ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ കൈയോടെ തന്നെ ചോറങ്ങ് ആദ്യം ആക്കാമെന്ന് വെച്ചു. അതിനുശേഷം ഇന്ന് ഉപ്പുമാവാണ് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി റെഡിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് റവ ഉപ്പുമാവാണ്. അതിൽ കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് പൊട്ടുകടലയും കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആ ഒരു രീതിയിൽ വെക്കാമെന്ന് വെച്ച്. കൂട്ടത്തിൽ കുറച്ച് മുട്ടയും കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. മഞ്ഞ നിറത്തിൽ കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു റവ ഉപ്പുമാവാണ് ഞാനിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് വെള്ള നിറത്തിൽ വെക്കുന്നവരുണ്ട്, തേങ്ങാപ്പീര ഇടാത്തവരുണ്ട് കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് പയറാണ് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പയർ തോരനും പിന്നെ മുട്ട ഒരു ഉള്ളി ഇട്ട് നമ്മൾ വേഗം തന്നെ കുക്കറിലാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. സമയം പോയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ രീതിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ വൻപയർ തോരനോടെ അങ്ങ് ആക്കി എടുത്ത് കേട്ടോ. തേങ്ങാപ്പിരിയൊക്കെ ഇട്ട് ലാസ്റ്റ് നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടി ആ പയർ തോരനകത്തിടുകയാണെങ്കിൽ കുറച്ച് നല്ലൊരു ടേസ്റ്റ് തോന്നും കേട്ടോ. എളുപ്പത്തിൽ കുക്കറിലൊരു മുട്ടക്കറി എങ്ങനെ വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ പോണത്. കുക്കറിൽ അങ്ങോട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ നമ്മുടെ തക്കാളിയും പച്ചമുളകും സവാളയും കൂടി അരിഞ്ഞിട്ടിടുക, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടണം കേട്ടോ. അതിനുശേഷം ലേശം വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെക്കുക. പിന്നെ ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് കേട്ടോ ഇത്. കുക്കറിലാകുമ്പം വേഗം റെഡിയാവും, നമുക്ക് സമയം അത്രയും കൂടി ലാഭിക്കാം കേട്ടോ. ഇത് ലേറ്റായി പോയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കാം. അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമുക്കൊരു മുട്ടക്കറി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേഗം തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള രാവിലത്തെ വിശേഷങ്ങൾ.